Hello my dear students, welcome to Chemistry Neat Lovers. Last class we solid state discuss cheythu. Adinte next section aanu nammal innu discuss cheyyunnathu. Video ilekku kadakkunnadinu munpu ningal aarengiലും ee channel subscribe cheyidittillengi ഒന്ന് subscribe cheyyuka, koode bell button enable cheyyuka. Ee videos ningalude friends ilekku ethikkanayi maximum share cheyyuka. Let us come to our class. Today let us discuss number of particle present per unit cell. ഇന്നലെ ക്ലാസ്സിലെ last ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് സെൽ എന്താണെന്നും ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്നും different type of 14 crystal lattice ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. Today let us discuss with number of particle present per unit cell. We are discussing only cubic unit cell. In this section we are discussing only cubic unit cell. Number of particles present per unit cell. So ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരേപോലെയുള്ള യൂണിറ്റ് സെല്ലുകൾ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന 3 dimensional സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. So there are number of unit cells are there and each unit cell having number of particles. So ആ number of particles ഓരോ യൂണിറ്റ് സെല്ലിലുമുള്ള പാർട്ടിക്കിളുകളുടെ എത്ര കോൺട്രിബ്യൂഷൻ ആ പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസന്റ് പെർ യൂണിറ്റ് സെൽ. സോ വി ആർ ഡിസ്കസിംഗ് വിത്ത് എ ക്യൂബിക് യൂണിറ്റ് സെൽ. സോ വി നോ ക്യൂബിക് യൂണിറ്റ് സെൽ. അവിടെ 3 ടൈപ്പ് ക്യൂബിക് യൂണിറ്റ് സെൽ ആണ് ഉള്ളതെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. വിച്ച് ആർ ദേ? സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, ബോഡി സെന്റർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആൻഡ് ഫേസ് സെന്റർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ particle present only at the corners. Simple cube or simple cubic unit cell means particle present only at the corners. So listen, in the case of a cube, let us see a cube. In the case of a cube, how many corners are there? There are 8 corners. In the case of a cube, there are 8 corners. And each corner there is a particle. Each corner there is a particle, and you already said the particles considered in the form of sphere. So each corner there is a sphere. So the contribution of that sphere towards this unit cell, അതാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഒരു പർട്ടിക്കുലർ കോർണറിൽ ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്പിയറിന്റെ എത്ര ഭാഗം ഈ യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Look here, ഈ കോർണർ എത്ര യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്? ഈ ഒരു പർട്ടിക്കുലർ കോർണർ എത്ര നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നമ്പർ ഓഫ് യൂണിറ്റ് സെൽ അറേഞ്ച് ചെയ്ത് 3 dimensional സ്പേസിൽ വരുമ്പോഴാണ് അതിനെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സെല്ല് ഈ ഒരു കോർണർ എത്ര യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്? യു ക്യാൻ ഇമാജിൻ. ജസ്റ്റ് ഒന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ ആണ് എടുത്തിരിക്കുന്നത്, ഈ യൂണിറ്റ് സെല്ലിന്റെ ഈ ഒരു കോർണർ. Let us see, ഈ ഒരു കോർണർ ഇവിടെ ഞാൻ വേറൊരു യൂണിറ്റ് സെൽ വെച്ചു. അപ്പോൾ ഈ ഒരു കോർണർ ഈ യൂണിറ്റ് സെല്ലുമായിട്ട് അറ്റാച്ച് വന്നു. ഞാൻ ഇവിടെ വേറൊരെണ്ണം കൂടെ വെച്ചു. Similarly, I placed one more here. So ഒരു പ്ലെയിനിൽ ഈ യൂണിറ്റ് സെൽ എത്ര പേരുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു? ഒരു പ്ലെയിനിൽ ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സെൽ 3 other യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആണ്. അതായത് ഈ ഒരു സ്പിയറിന്റെ എത്ര ഭാഗമുണ്ട് ഇവിടെയൊക്കെ? ഈ ഒരു സ്പിയറിന് 4 കഷ്ണമായി. ഒരു സ്പിയർ എന്ന് പറയുമ്പോൾ സ്പിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ പകുതി ഭാഗമാണ് ഈ 4 കഷ്ണത്തിൽ ഇരിക്കുന്നത്, ബാക്കി പകുതി മുകളിലിരിക്കുന്നത്. ഇമാജിൻ ദാറ്റ്. അപ്പൊ ആ സ്പിയറിന്റെ ഹാഫ് പോർഷന്റെ 1/4 ഭാഗം ഈ ഓരോന്നിനും കിട്ടിയില്ലേ? ഇനി ഇമാജിൻ ഇതിന്റെ മുകളിൽ നമ്മൾ അടുത്ത ലെയർ വെക്കുകയാണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിലെ ഈ ഒരു പർട്ടിക്കുലർ കോർണർ എത്ര യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്? യെസ്, 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്. ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഈ ഒരു യൂണിറ്റ് സെല്ല് വേറെ 7 യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്തിരിക്കും. അതായത് ഈ ഒരു സ്പിയർ 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്. The sphere present in the corner of a unit cell. A sphere present in the corner of a unit cell directly attached with 8 other unit cells.
Got that point? അപ്പോൾ ഈ സ്പിയർ 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്. സോ ഈ സ്പിയറിന്റെ എത്ര ഭാഗം ഈ യൂണിറ്റ് സെല്ലിലേക്ക് കിട്ടും? ആ 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ്. അപ്പൊ അതിന്റെ 1/8 പോർഷൻ മാത്രമാണ് എങ്ങോട്ട് കിട്ടുന്നത്? ഈ യൂണിറ്റ് സെല്ലിലേക്ക് കിട്ടുന്നത്. റിമെമ്പർ, ഒരു സ്പിയർ നമ്മളൊരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ഒരു കോർണറിലുള്ള ഒരു സ്പിയർ 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്പിയറിന്റെ 1/8 പോർഷൻ മാത്രമാണ് ഈ യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്. Got that point? Yes. അങ്ങനെ ഈ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര കോർണറുകളുണ്ട്? 8 കോർണറുകളുണ്ട്. ഓരോ കോർണറുകളിലും സ്പിയർ ഉണ്ട്. ഓരോ സ്പിയറിന്റെയും 1/8 പോർഷൻ ആണ് ഈ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്. സോ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസന്റ് പെർ യൂണിറ്റ് സെൽ? Number of particle present per unit cell in the case of a simple cube. In the case of a simple cube, that is 8 corners are there, particles present all corners. 8 corners are there and its contribution is 1/8. That is equal to 1. So number of particle present per unit cell is equal to 1. Got it? Okay. Now let us come to a face-centered cubic unit cell. Face-centered cubic unit cell. Face-centered cubic unit cell എന്ന് പറഞ്ഞാൽ എന്താണ്? Particle present corners as well as faces. Particle present എല്ലാ കോർണറുകളിലും പാർട്ടിക്കിൾ ഉണ്ട്, ആസ് വെൽ ആസ് എല്ലാ ഫേസിലും. ദിസ് ഇസ് വൺ ഓഫ് ദി ഫേസ് ഐ മാർക്ക്. എല്ലാ കോർണറുകളിലും ഉണ്ട്, എല്ലാ ഫേസിലും ഉണ്ട്. അപ്പൊ എത്ര കോർണർ ഉണ്ട്? ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന് എത്ര കോർണർ? 8 കോർണർ. എത്ര ഫേസ്? 6 ഫേസസ് ഉണ്ട്. ഇനി നോക്കൂ, let us assume a particle present on this face. ഈ ഫേസിലുള്ള ഒരു സ്പിയർ ഡയറക്ട്ലി എത്ര യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്? അല്ലേ? ഈ ഒരു സ്പിയർ 2 യൂണിറ്റ് സെല്ലുമായിട്ടാണ് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പിയറിന്റെ എത്ര ഭാഗം ഈ യൂണിറ്റ് സെല്ലിന് കിട്ടും? അതിന്റെ 1/2 പോർഷൻ ആണ് ഈ യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഈ ഫേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ ഫേസ് ഡയറക്ട്ലി വേറൊരു യൂണിറ്റ് സെല്ലുമായിട്ടാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്പിയറിന്റെ 1/2 പോർഷൻ ആണ് ഈ യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്. കോൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ. അങ്ങനെ എത്ര ഫേസിൽ പാർട്ടിക്കിൾ ഉണ്ട്? 6 ഫേസിലുണ്ട്. ഓരോന്നിന്റെയും 1/2 പോർഷൻ ആണ് യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. So let us see number of particles present per unit cell in the case of a face-centered cube. Face-centered cube is equal to, face-centered cube means 8 particles at the corners as well as faces are. So 8 particles at the corners and its contribution is 1/8 plus 6 particles at the faces and its contribution is 1/2, that is equal to 1 plus 3, that is equal to 4. So number of particles present per unit cell in the case of a face-centered cube is equal to 4. Number of particles present per unit cell in the case of a face-centered cube is equal to 4. Clear? Okay. Now let us come to a body-centered cube. Body-centered cube. Body-centered cube. Number of particles present per unit cell of a body-centered cube. Body-centered cube means what? Particle present corners as well as inside the body. Particle present corners as well as inside the body. Inside the body എന്ന് പറഞ്ഞാൽ ഈ ക്യൂബിന്റെ അകത്താണ് ഇരിക്കുന്നത്. Listen. Body-centered cube എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ബോഡിയിൽ ഇൻസൈഡ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ക്യൂബിന്റെ അകത്താണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിളിന്റെ കംപ്ലീറ്റ് കോൺട്രിബ്യൂഷൻ ഈ യൂണിറ്റ് സെല്ലിന് മാത്രമേ ഉള്ളൂ, അത് പുറത്തേക്ക് ആരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല.
സോ ഈ ഒരു ഉള്ളിലിരിക്കുന്ന പാർട്ടിക്കിളിന്റെ കംപ്ലീറ്റ് കോൺട്രിബ്യൂഷൻ എവിടെയാണ്? ഈ യൂണിറ്റ് സെൽ തന്നെയാണ്. So let us see number of particles present in a body centered cube. Body centered cube means particle present corners as well as inside the body. അപ്പോൾ കോർണറിൽ 8 പാർട്ടിക്കിൾ ഉണ്ട്. അതിന്റെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. പ്ലസ് ഇൻസൈഡ് ദ ബോഡി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കോൺട്രിബ്യൂഷൻ 1. So that is equal to 1 plus 1, that is equal to 2. Clear that concept? It is very, very, very important. In the case of simple cube, number of particles present per unit cell is equal to 1. ആ 1 എങ്ങനെയാണ് കിട്ടിയത്? 8 കോർണറിലുണ്ട്. അതിന്റെ 1/8 കോൺട്രിബ്യൂഷൻ ആണ് ഒരു യൂണിറ്റ് സെല്ലിലേക്കുള്ളത്. So 8 into 1/8 is equal to 1. Number of particles present per unit cell in the case of a face-centered cube. Face-centered cube, particle present corners as well as faces. കോർണറിലുള്ള പാർട്ടിക്കിൾ 8 പാർട്ടിക്കിൾ. അതിന്റെ കോൺട്രിബ്യൂഷൻ 1/8. So 8 into 1/8. പ്ലസ് ഫേസിലുള്ള പാർട്ടിക്കിൾ 6 പാർട്ടിക്കിൾ. അതിന്റെ കോൺട്രിബ്യൂഷൻ 1/2. So 6 into 1/2, 3. That is equal to 3 plus 1 is equal to 4. So number of particles present per unit cell in the case of a face-centered cube is equal to 4. In the case of a body-centered cube, body-centered cube means particle present corners as well as inside the body. Particle present corners as well as inside the body. So cornerലുള്ള പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ 8 into 1/8. Inside the body complete contribution plus 1. So that is equal to 2. Got it? Suppose ഒരു n-centered cubic unit cell ഉണ്ടായിരുന്നുവെങ്കിൽ, there is no n-centered cubic unit cell. Suppose ഒരു n-centered cubic unit cell ഉണ്ടായിരുന്നുവെങ്കിൽ, what will be the contribution? n-centered cubic unit cell എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? Particle present corners as well as any two opposite end. Any two opposite end. അപ്പോൾ കോർണറിൽ എന്ന് പറയുമ്പോൾ 8 പാർട്ടിക്കിൾ 8 into 1/8 പ്ലസ് എൻഡ് എന്ന് പറയുമ്പോൾ 2 എൻഡുകളാണ്. 2 എൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് ഫേസ് തന്നെയാണ്. എനി ടു ഓപ്പോസിറ്റ് ഫേസസ് ആണ്. അപ്പോൾ ഫേസിലുള്ള പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? 1/2. എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഇല്ല, 2 ഫേസിലേ ഉള്ളൂ. അപ്പോൾ 2 into 1/2, that is equal to 2. ഇതാരുടെയാണ്? n-centered cubic unit cell. But remember, there is no n-centered cubic unit cell present. But suppose, let us assume, if it's so, number of particles present per unit cell is equal to 2. Clear? Okay. Let us see a question. A compound formed with 3 atoms A, B and C, where A present all corners, B present all faces, C present inside the body. Formula of that compound is. Simple അല്ലേ? ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത് 3 ആറ്റങ്ങൾ കൊണ്ട്. A എന്ന് പറയുന്ന ആറ്റം, B എന്ന് പറയുന്ന ആറ്റം, C എന്ന് പറയുന്ന ആറ്റം. വേർ A എവിടെ ഉണ്ടെന്ന് പറയുന്നത് എല്ലാ കോർണറുകളിലും ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ ആണ്. ABC, a compound formed with 3 atoms. We are discussing with a cubic unit cell. അപ്പം A എന്ന് പറയുന്നത് കോർണറുകൾ. എത്ര കോർണർ? 8 കോർണർ. അതിന്റെ കോൺട്രിബ്യൂഷൻ 1/8. That is formula എന്ന് പറഞ്ഞാൽ always remember that is simplest ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഫോർമുലയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 8 പാർട്ടിക്കിൾ ഉണ്ട്, 8 കോർണർ ഉണ്ട്. അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8. B എവിടെ ഇരിക്കുന്നത്? all faces. എത്ര ഫേസ്? 6 ഫേസ്. കോൺട്രിബ്യൂഷൻ 1/2. C എവിടെ ഇരിക്കുന്നത്? inside the body. അപ്പോൾ അത് കംപ്ലീറ്റ് കോൺട്രിബ്യൂഷൻ 1. So what will be the formula? ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 1. So what will be the formula? AB3C. The formula of the compound is AB3C. Got that point? Okay. Clear? Let us see another question. A compound PQR, where P present all the corners, Q present all faces and R present inside the body. But 2 P atom and 1 Q atom are removed from the corner and faces respectively. Then what will be the formula of new compound? അപ്പോൾ ആദ്യൊരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു PQR. അവിടെ P കോർണറുകളിലും Q ഫേസിലും R ഇൻസൈഡ് ദ ബോഡിയിലുമായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. ബട്ട് ഇപ്പൊ പുതിയ കോമ്പൗണ്ടിൽ എന്തുണ്ടായി? 2 P ആറ്റം കോർണറിൽ നിന്നും ഒരു Q ആറ്റം ഫേസിൽ നിന്നും റിമൂവ് ചെയ്തു.
So what will be the formula of new compound എന്നാണ് question. So let us see. We have 3 atoms P, Q and R. P എന്ന് പറയുന്നത് കോർണറിലാണ്, അപ്പോൾ 8 കോർണർ പാർട്ടിക്കിൾ ആണുള്ളത്. Q എന്ന് പറയുന്നത് ഫേസിലാണ്, അപ്പോൾ 6 ഫേസ് പാർട്ടിക്കിൾ ആണുള്ളത്. ഇത് ഇൻസൈഡ് ദ ബോഡിയാണ്, അപ്പോൾ 1 പാർട്ടിക്കിൾ ആണ്. Then 8 പാർട്ടിക്കിൾ ഉണ്ടായിരുന്ന P ആറ്റം 8 പാർട്ടിക്കിൾ ഒരു യൂണിറ്റ് സെൽ ഉണ്ടായിരുന്നു. അതിൽ എത്ര എണ്ണം റിമൂവ് ചെയ്തു? 2 എണ്ണം റിമൂവ് ചെയ്തു. Now ഇപ്പോൾ എത്ര പി ആറ്റംസ് ഉണ്ട് പെർ യൂണിറ്റ് സെൽ? ഒരു യൂണിറ്റ് സെൽ എത്ര പി ആറ്റംസ് ഉണ്ട്? 6 പി ആറ്റംസ് ആണുള്ളത്. 2 പി ആറ്റത്തിനെ റിമൂവ് ചെയ്തു. ക്യൂ എത്ര ഉണ്ട്? 5 ഉണ്ട്. ഇത് 1 തന്നെ. Now what about the contribution towards the unit cell? ഓരോ കോർണറും എത്ര യൂണിറ്റ് സെല്ലുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്? 1/8. അപ്പോൾ 6 into 1/8, 5 into 1/2, and this is complete contribution. So what is the formula become? Let us cancel this. Multiply throughout with 4, we have 3, 10, 4. So the formula become P3Q10 R4. Got it? Clear this concept? It's an important concept. You have to learn the number of particles present per unit cell. നമ്മൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത സെക്ഷൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.